നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയുടെ സ്വപ്നവും നിറവേറാൻ പോവുകയാ. അമ്മയൊന്ന് കാണും. നീ എനിക്ക് ഒന്നാം തരം ശത്രുവാ. അതെന്താ മാഡം? എന്താ ഞാൻ ശത്രു അല്ലെന്ന് പറയണോ? അതല്ല, പിന്നെ ഒരാള് ഗ്ലാഡ് ടു മീറ്റ് യു എന്ന് പറയുമ്പോ സെയിം ടു യു എന്നോ നൈസ് ടു മീറ്റ് യു എന്നോ പറയുന്നതാ കൂടുതൽ മര്യാദ. താങ്ക് യു അല്പം പൊങ്ങച്ചായി പോവും. മാഡം, ഞാൻ പറഞ്ഞത് രാജു വണ്ടി എടുക്ക. ട്യൂഷനൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. കേറി മാഡം. അമ്മേ, വരൂ മാഡം. അമ്മേ. ആഹാ, മോളെത്തിയോ? ഇരിക്കേ ശ്രീ. ദേ ഋതിക മോള് വന്നു. മോളിരിക്കേ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഞാനത് ചോദിക്കാൻ മറന്നു. ഓക്ക് ചായയാണോ കാപ്പിയാണോ? കോഫി എടുത്താ മതി. അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാമേ. ഇരിക്കേ, ഇരിക്കടാ. ഇരിക്കും മാഡം. ഇത് രാജു കഴിച്ചോ? നീ എന്ത് പണിയെ കാണിച്ചേ? ഇത് ഞാൻ കൊണ്ടുവന്ന പഴോ? നീ എന്തിനാ അത് അടർത്തിയത്? എന്റെ പഴം അങ്ങ് തന്നെ. തരാൻ പറ്റില്ല. ഇതേ കഴിക്കാൻ കൊണ്ടുവന്നതല്ലേ. ആര് കൊണ്ടുവന്നതാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് കഴിക്കാൻ തോന്നിയാ ഞാൻ കഴിക്കും. രാജു, നാളെ വരുമ്പോ ഇവൾക്ക് ഒരു കൊല പഴം മേടിച്ചു കൊടുത്തേക്ക്. നിനക്കെന്നെ അറിയില്ല. ദേഷ്യം പിടിപ്പിച്ചാലേ ഈ രമ്യ ശൂർപ്പണക. അത് നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നീ ഒരു ശൂർപ്പണകയാണെന്ന്. രാജു ഇത് കഴിച്ചോ? എല്ലാം നാശായി. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? സത്യം പറ രമ്യ, ഈ പഴത്തിൽ വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ? വിഷമൊന്നും അല്ല, അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം. എല്ലാത്തിനും കാരണം ദേ ഇവളാ. എല്ലാം അവളെ ഇവളെന്നൊക്കെ വിളിച്ചാലേ നീ വിവരം അറിയും. അല്ല മാഡം, അല്ല എപ്പോ നോക്കിയാലും നീ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ അങ്ങനെ വെറുതെ വലിഞ്ഞു കയറി വരുന്നൊന്നുമല്ല. ഈ വീട് എന്റെയാ. ഞാനാ ഈ വീടിന്റെ ഓണർ. ഓ, വാടക പിരിക്കാൻ വരുന്നതായിരിക്കും അല്ലേ? അല്ല, വാടക പിരിക്കാനുള്ള തീയതി ആയോ എന്ന് ചോദിക്കാൻ വരുന്നതാ. അല്ല, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഞാൻ രാജു PA ജോലി ചെയ്യുന്ന മന്ത്രിയുടെ മകളാ. നീ മുൻപ് എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? രമ്യ, മതി നിർത്ത്. ഋതിക മാഡം ഇനി കുറച്ചു നാളത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ വരും. ഋതിക മാഡത്തിന് ട്യൂഷൻ എടുത്ത് എക്സാമിന് ജയിപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. ശ്രീ, ട്യൂഷൻ നടക്കുമ്പോ ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? മനസ്സിലായിട്ടോ. രമ്യ തൽക്കാലം ചെല്ല്. ട്യൂഷൻ സമയത്ത് രമ്യ ഇവിടെ വരണ്ട. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ രാജു.
പ്രതാപവർമ്മ എന്റെ അനിയൻ. ഞാനിരിക്കേണ്ട സ്ഥാനത്താ അവൻ ഇരിക്കുന്നത്. എന്റേതാവേണ്ടിയിരുന്ന സിംഹാസനം അവൻ സ്വന്തമാക്കിയപ്പോ എനിക്ക് നിശബ്ദയാവേണ്ടി വന്നു. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അധികാരത്തിനോടും സമ്പത്തിനോടുള്ള എന്റെ ആഗ്രഹം എനിക്ക് കൂടി വരിക. എനിക്കത് നേടണം ദീപകേ. നിന്നിലൂടെ ഞാനത് നേടിയെടുക്കും. എന്റെ അനിയന്റെ സ്ഥാനത്ത് നീ വന്നാ അവനെ പോലെ തന്നെ നീയും രാജാവിനെ പോലെ വാഴും. പല പ്രമുഖ ബിസിനസ്സുകാരോടും ഉന്നതരോടും നിനക്ക് സൗഹൃദം സ്ഥാപിക്കാനാവും. നിന്റേതായ ബിസിനസ് സാമ്രാജ്യം നിനക്ക് ഏറ്റവും എളുപ്പത്തിൽ പടുത്തുയർത്താൻ കഴിയും. അതിന് ഇനി സമയമില്ലേ അമ്മേ? എന്റെ അനിയന്റെ പേരും പ്രതാപവും പ്രശസ്തിയും അവന്റെ മകളിലൂടെ നീ സ്വന്തമാക്കണം. സമയം വൈകിക്കൂടാ. ആദ്യം ഋതിക, പിന്നെ ഒന്നിനു പുറകെ ഒന്നായി നീ എല്ലാം സ്വന്തമാക്കണം. ഋതികയെ സ്വന്തമാക്കാനുള്ള കുറുക്കുവഴികൾ ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കണമേ. നേരായ വഴിയിലൂടെ അവളെ സ്വന്തമാക്കാന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും എത്ര നാൾ നിനക്ക് വേണ്ടി വരും ദീപക്കെ? ഋതിക പൂർണ്ണമായും എന്റെ അധീനതയിലാവും. ഉടനെ തന്നെ അത് സംഭവിക്കും. അതിന് നിന്നോട് അവൾക്ക് ഒരു താല്പര്യവും തോന്നിയിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെങ്ങനെയാ അവള് നിന്റെ അധീനതയിലാകുമെന്ന് പറയുന്നത്? അമ്മ ഞെട്ടാൻ തയ്യാറായിക്കോ. അവൾ ഉടനെ തന്നെ എന്നോട് അടുക്കും. എന്തിനേറെ പറയാൻ, അവൾ ഉടനെ എന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് വരും. നീ എന്താടാ സ്വപ്നം കാണുകയാണോ? ഞാൻ കണ്ട സ്വപ്നങ്ങളും അമ്മയുടെ സ്വപ്നവും നിറവേറാൻ പോവുകയാ. ദാ, അമ്മയൊന്ന് കാണും. ഇത് മതിയുടെ മോനെ. അവളെ നിന്റെ വരുതിക്ക് വരുത്താൻ ഇത് മതി. ഇതെന്റെ വജ്രായുധാണമ്മേ. ഇത് വെച്ച് ഞാൻ അവളെ എന്റെ വഴിക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം ഞാൻ അവളെ കൊണ്ട് അനുസരിപ്പിക്കും. മോനെ, നീ എത്രയും വേഗം വർമ്മയേക്കാൾ ഉയരത്തിലെത്തണം. അവന്റെ സ്ഥാനം നേടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.